എന്നിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനേ, ഇതുവരെ കേട്ടത് ഭക്തിഗാനം. ഉദയഗീതം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശകൾ സംബന്ധിച്ച് മന്ത്രിസഭാ ഫോർമുല പ്രകാരം സംവരണം ഏർപ്പെടുത്തി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ആഗോള വിദ്യാഭ്യാസ സംഗമം ആവശ്യപ്പെട്ടു. UPA ഇടത് ഏകോപന സമിതി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. കോന്നി ഭക്ഷ്യ ഗവേഷണ കേന്ദ്രത്തിന് ഇന്ന് തറക്കല്ലിടും. സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശകൾ സംബന്ധിച്ച് മന്ത്രിസഭ അംഗീകരിച്ച ഫോർമുല പ്രകാരം സംവരണം ഏർപ്പെടുത്തി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന സർവീസിന്റെയും സബോർഡിനേറ്റ് സർവീസിന്റെയും ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവാണിത്. പിന്നാക്ക സമുദായങ്ങളുടെ സംവരണ തത്വം പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഇപ്രാവശ്യം തണുപ്പ് കൂടുതലാണ്. വകുപ്പിന്റെ ചില അനുമതി കൂടി വേണമെന്നതിനാൽ വിദ്യാർത്ഥികളുടെ സൗജന്യം സംബന്ധിച്ച ഉത്തരവ് മാത്രമാണ് ഇനി ഇറങ്ങാനുള്ളത്. വയസ്സാകുന്തോറും കണ്ണും കാണാതെ നിർമ്മാണം നടത്തുന്നത് ആഗോള വിദ്യാഭ്യാസ സംഗമം വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേറെന്തോ വിചാരത്തില്ല. നിർദ്ദേശിച്ചു. കൊണ്ടുവരണം, കൂടിയാക്കി മാറ്റണമെന്ന് സമിതികൾ നിർദ്ദേശിച്ചു. പുതിയ തലമുറയുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ദശകങ്ങൾക്ക് മുമ്പ് തന്നെ വൻ പുരോഗതി നേടിയെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗം പിറകിലായിരുന്നുവെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. അറിയില്ല. ഗവേഷണത്തിനും അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതൽ നിക്ഷേപം ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. ഇതിന് വിദേശ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമായി സഹകരിക്കേണ്ടത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തെ എതിർക്കുന്നത് നിർഭാഗ്യകരമാണെന്നും ചെന്നിത്തല പറഞ്ഞു. വിദ്യാഭ്യാസ കൺവെൻഷനിൽ പ്രത്യക്ഷപ്പെടുത്തിയ പുസ്തകത്തിൽ പാകത്തിന് കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് രേഖപ്പെടുത്തിയത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PS ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ആഗോള വിദ്യാഭ്യാസ സംഗമത്തിന്റെ ഗുണഫലങ്ങൾ സുതാര്യമായി ലഭ്യമാക്കണമെന്ന് MSM അഖില കേരള അറബിക് വിദ്യാഭ്യാസ സമ്മേളനം ശ്രീ KN MLA ഉദ്ഘാടനം ചെയ്തു. നിന്റെ പത്രം ഇല്ല, കുറച്ചുകൂടി ഉള്ളൂ. ആ തോമസ് ഡോക്ടറോട് ഇത്രയോടെ ഒന്ന് വരാൻ പറ. ഇന്നലെ രാത്രി ഒത്തിരി നേരം സംസാരിച്ചു പിരിഞ്ഞതാ. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എന്താ മാഷേ, എന്താ സംഭവിച്ചത്? നമ്മുടെ പപ്പൻ മരിച്ചു. കഴിഞ്ഞിട്ട് 4 മണിക്കൂറായി. ആട്ടെ, മക്കളെയൊക്കെ വിവരം അറിയിച്ചോ? ഇല്ല, ഡോക്ടർ ഒന്ന് കണ്ടിട്ടാകുന്ന വെച്ചു. അജിത് ഇപ്പോഴും കുവൈറ്റിൽ തന്നെയല്ലേ? അതെ, ഒരാൾ മുംബൈയിലും ഇളയാൾ ബാംഗ്ലൂരിലും. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശശി, നീ ഡോക്ടർ ഒന്നും കൊണ്ടുപോകും. ഏയ് വേണ്ട മാഷെ, ഞാൻ തനിയെ വെക്കോളാം. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശശി, പിന്നെ നീ ആ ചെമ്പശ്ശേരിയിലൊന്ന് അറിയിച്ചിട്ട് വാ. അടുത്ത ബന്ധുക്കളായിട്ട് അവരല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ നീ പോകുന്ന വഴിക്ക്
ആ മെമ്പറുടെ വീട്ടിലും കൂടി ഒന്ന് വിവരം അറിയിച്ചേരി. ആ ചെല്ലി. അപ്പൊ പ്രസിഡന്റ് വീട്ടിൽ പറയണ്ട മാഷെ? ആ വേണ്ട വേണ്ട, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ആ ഹലോ, ഉറപ്പല്ലേ? ഇത് ഞാനാ, ഗോവിന്ദൻ. നമ്മുടെ പപ്പൻ ഇന്നലെ മരിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇന്നലെ കൂടി കണ്ടുപിരിഞ്ഞല്ലേ. ആ അതാ ഞാനും പറയുന്നു. ആ അജിത്തിനെ സജിത്തിനും കിട്ടി, വിജിത്തിന് മാത്രം കിട്ടിയിട്ടില്ല. ആ ബാംഗ്ലൂരില് അവർ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ, 5 മണിക്ക്. ആ ആ ഓക്കെ. ബസ് സ്റ്റോപ്പിന്റെ അടുത്താകണ്ട കേട്ടാ. അല്ല മാഷേ, വല്ലച്ചിറ രാമകൃഷ്ണന്റെ വീട് വല്ലച്ചിറ ബസ് സ്റ്റോപ്പിന്റെ അമ്പലത്തിന്റെ പുറകില്. ആ പിന്നെ അവരോട് സമയം പറഞ്ഞേക്കാം. അല്ല, അവര് 3 പേര് എത്തിയാലല്ലേ? അവരെത്തും. അജിത്തും സജിത്തും പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വിജിത്തിനെ അവര് വിവരം അറിയിക്കും. ഇത് വെച്ചോ. പിന്നെ ഈ ചെലവാക്കുന്നൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ആ പെട്ടെന്ന് പറഞ്ഞു. ഹലോ ഹലോ. ആ ആ അച്ഛനല്ലേ മോളെ? ആ പിന്നെ ഒരു കാര്യം പറയാനായിട്ട് കേട്ടോ. ആ പത്മനാഭ, ഭയപ്പെടേണ്ട പത്മനാഭ, ഇത് ഞാനാണ്, യമൻ. യമനോ? അതേ പത്മനാഭൻ, നിങ്ങൾ കാലിൽ നിന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന യമൻ. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ? എങ്ങോട്ട്? ഭൗതിക ശരീരം വിട്ട് ആത്മാവ് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് തന്നെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തു തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇല്ലാതാക്കിയത്? തെറ്റിന്റെയും ശരിയുടെയും കണക്ക് നോക്കിയല്ല പത്മനാഭൻ മരണം നിശ്ചയിക്കുന്നത്. അത് മാതൃശരീരത്തിൽ ജീവന്റെ തുടിപ്പായി തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ മരണസമയവും കുറിക്കപ്പെടും. പക്ഷേ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ജീവിച്ച് കൊതി തീർന്ന മരണം ഏറ്റുവാങ്ങിയവർ ഇല്ല പത്മനാഭൻ. മരണം സ്വയം സൃഷ്ടിക്കുന്നവർ ജീവിതത്തോട് ഏറ്റവും കൊതിയുള്ളവരാണ്. നീ നിന്റെ ധർമ്മങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു. ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിലെ ശ്രേഷ്ഠന്മാരുടെ പട്ടികയിൽ ഇടം കണ്ടെത്തിയ മനുഷ്യനാണ് നീ. ശ്രേഷ്ഠൻ? ഞാനോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഈ വാക്കുകൾ തന്നെ ശ്രേഷ്ഠതയുടെ ലക്ഷണമല്ലേ പത്മനാഭൻ? ചെയ്ത കാര്യങ്ങൾക്കൊന്നും കണക്ക് സൂക്ഷിക്കാത്ത ശ്രേഷ്ഠത. നീ ഈ നിമിഷം വരെ നിനക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ സുഖവും സന്തോഷവുമായിരുന്നു നിന്റെ ലക്ഷ്യം. തന്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് ജന്മം സഫലമാകുന്നത് പത്മനാഭൻ. നീ ആ കാര്യത്തിൽ ശ്രേഷ്ഠത നേടിയിരിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ലാഭേച്ഛ കൂടാതെയുള്ള നിന്റെ ഈ ജീവിതം, അച്ഛൻ, അമ്മ, സഹോദരിമാർ, ഭാര്യ, അതിലെല്ലാം ഉപരി ഒന്നിനും ഒരു കുറവുമില്ലാതെ 3 മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കി. അയ്യോ, ഇതെല്ലാം എന്റെ ധർമ്മമല്ലേ? അതെ, ആ ധർമ്മം നോക്കിയുള്ള നിന്റെ ജീവിതമാണ് ചിത്രഗുപ്തന്റെ ശ്രേഷ്ഠപ്പട്ടികയിൽ നിനക്ക് സ്ഥാനം നൽകിയത്. ആരെയും നോവിക്കാതെ സർവചരാചരങ്ങളെയും സ്നേഹിച്ച് 87 വർഷങ്ങൾ. ഇക്കാലത്ത് ഇങ്ങനെയൊരു മാനവൻ, അതിശയം തന്നെ. അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിലെ നിന്റെ കാലചക്രം ഇങ്ങനെയാണ്. മരണശേഷം ജീവിതമോ? ജീവിതത്തിന് അതിരിടുന്ന മതിലല്ല പത്മനാഭ മരണം. അത് മറ്റൊരു ലോകത്തേക്കുള്ള കവാടം മാത്രമാണ്. ആ കവാടം കടന്നു ചെന്നാൽ നിനക്ക് നിന്റെ പ്രവൃത്തിയുടെ ഫലം ലഭിക്കും. അതിൽ നിനക്ക് നീക്കിവച്ചിരിക്കുന്നത് 80 സംവത്സരം എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയ സ്വർഗീയ ജീവിതം. പക്ഷേ നീ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം 7 സംവത്സരം നരകയാതന അനുഭവിച്ചേ പറ്റൂ. എന്റെ ഓർമ്മയിൽ
ഇത്രയേറെ സുഖസൗകര്യങ്ങൾ ലഭിക്കാൻ ഭാഗ്യം ചെയ്ത ഒരു ആത്മാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ പ്രവൃത്തിയിൽ നീ പരിപൂർണ സംതൃപ്തനല്ലേ പത്മനാഭൻ? അതെ, ഞാൻ തൃപ്തനാണ്, പൂർണ്ണ തൃപ്തനാണ്. ശരി, നമുക്ക് യാത്രയാകാം. അതിനു മുമ്പ് ഒരു കാര്യം. ഏതൊരാത്മാവിന്റെയും ഒരു ആഗ്രഹം പോലും ബാക്കി നിർത്തി ഞങ്ങൾ ആത്മാവിനെ കൊണ്ടുപോവാറില്ല. പറയൂ, പത്മനാഭൻ അങ്ങനെ വല്ല ആഗ്രഹങ്ങളും ഉണ്ട്. അവസാനമായി എനിക്കൊരാഗ്രഹം ബാക്കിയുണ്ട്. എനിക്ക് എന്റെ മക്കളെ എല്ലാവരും ഒന്ന് കാണണം. അവസാനമായി കണ്ണു നിറയെ. കൊള്ളാം, നീ വീണ്ടും നമ്മെ അതിശയിപ്പിക്കുന്നു നിന്റെ പുത്രവാത്സല്യത്താൽ. ഇത് പുത്രവാത്സല്യം മാത്രമല്ല, അവർക്കിതിനേക്കാൾ ഇരട്ടിയാണ് എന്നോടുള്ള സ്നേഹം. നിന്റെ ധാരണ ധന്യമാവട്ടെ പത്മനാഭൻ. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട്. ഒരാത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയാൽ അത് അധിക സമയം ചുറ്റിത്തിരിയാൻ നിയമം അനുവദിക്കുന്നില്ല മകനെ. അങ്ങനെ പറയരുത് രാജൻ. ഇത് മാത്രമാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. സർവേശ്വരന്റെ നിയമങ്ങൾക്ക് ലംഘനം വരുത്താൻ ഞാൻ ആളല്ല പത്മൻ. എന്നെ ഇത്രയും പുകഴ്ത്തിയതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് കനിവ് കാട്ടണം. ആത്മാവിന്റെ ആഗ്രഹവും നിറവേറ്റി ആ ആത്മാവിന്റെ സമ്മതവും വാങ്ങിയേ ഞങ്ങൾ കൊണ്ടുപോകാറുള്ളൂ. ഇതിപ്പോ ശരി, നാം കുറച്ചു സമയം കൂടി നിനക്ക് അനുവദിച്ചു തരാം. പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം. ഞാനൊരു വിനാഴിക നിനക്ക് അനുവദിച്ചു തരുമ്പോൾ നിനക്ക് സ്വർഗീയ സുഖത്തിൽ നിന്നും 15 സംവത്സരങ്ങൾ നഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ മാത്രം സമ്മതിക്കാം. എന്താ, വ്യവസ്ഥക്ക് തയ്യാറാണോ? തയ്യാറാണ്, 100 വട്ടം തയ്യാറാണ്. എന്റെ മക്കളെ കണ്ണു നിറയെ കാണുന്നല്ലോ വലിയ സ്വർഗമോ? വേണ്ട, എനിക്കൊരു സ്വർഗവും വേണ്ട. എനിക്കെന്റെ മക്കളെ കണ്ടാൽ മാത്രം മതി. മറ്റൊരു നിബന്ധന കൂടി. ആത്മാവായ നീ ഭൂമിയിൽ തങ്ങുന്ന എപ്പോഴെങ്കിലും നിന്റെ ജന്മം പാഴായിപ്പോയി എന്ന് നിനക്ക് തോന്നിയാൽ ആ നിമിഷം ഞാൻ വരും നിന്നെ കൊണ്ടുപോകും, അനുവാദം കാക്കാതെ. സമ്മതം. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം ഞാൻ ജീവിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ പൊന്നു മക്കൾക്ക് വേണ്ടി. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാൻ പോയി വരാം. ഒരു വിനാഴിക. സാമോദമേവം അരുൾ ചെയ്തിതന്നേരം